സർപ്രൈസുകൾ സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പ് സംപ്രേഷണം തുടരുകയാണ്. നാഷണൽ ടാലിയിലേക്ക് ആദ്യം ആകെ മണ്ഡലങ്ങൾ 543, NDA 280, ഇന്ത്യ മുന്നണി 243. കേരളത്തിലേക്ക് വന്നാൽ UDF 17, LDF 1, NDA 2. അപ്പോ NDA 2 എന്ന് ശക്തിയോടെ പറയാം. അവർ അക്കൗണ്ട് തുറക്കാൻ പോകില്ലേ? എന്തായാലും തൃശ്ശൂരിൽ ഏതാണ്ട് അക്കൗണ്ട് തുറന്നു, കടലാസിക്കിനെ മറിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ഏത് സമയം തുറക്കാം. എന്താ കാരണം അതിന്റെ സന്തോഷ പ്രകടനമാണ് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തുള്ള സുരേഷ് ഗോപിയുടെ വസതിയിൽ ഭാര്യയ്ക്ക് മധുരം നൽകിക്കൊണ്ട് അല്ലേ സന്തോഷം പ്രകടിപ്പിച്ചു. ഹെലികോപ്റ്റർ വഴി അദ്ദേഹം തൃശ്ശൂരിലേക്ക് പറന്നിറങ്ങുന്നു. തീർച്ചയായിട്ടും വളരെ കാലമായി അദ്ദേഹം മനസ്സിൽ കാത്തുവെച്ച സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. ലോക്സഭയിലേക്ക് തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി എത്താനുള്ള സാധ്യത കൂടുന്നു. NDA സഖ്യം അധികാരത്തിൽ വന്നാൽ തൃശ്ശൂരിൽ നിന്നൊരു മന്ത്രി കൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. NDA സഖ്യം 290 ഉയരുന്നു. അവർ ഇന്ത്യ 233 താഴുന്നു. മറ്റുള്ളവർ 20 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വോട്ടെണ്ണൽ തുടങ്ങി 1 മണിയായിട്ടും എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഇങ്ങനെ എന്താണ് അങ്ങനെ കട്ടക്കാട്ട പല സ്ഥലങ്ങളിലും പല സീറ്റുകളിലും ഇഞ്ചോടിച്ച് കടുത്ത പോരാട്ടം നടക്കുന്ന അതിനിടയിൽ നവാസ് ഖനി അവിടെ എന്താണ് രാമനാഥപുരത്ത് നവാസ് ഖനി മുന്നിലാണ് എന്നുള്ളൊരു വാർത്ത വന്നു. ഇന്ന് അവിടെ AIDM പരിസ്ഥലവും അദ്ദേഹം പിന്നിലേക്ക് പോകുന്നു. എന്തായാലും NDA 290, ഇന്ത്യ 233. അടൂർ പ്രകാശിന്റെ ലീഡ് വിജയകുമാർ പെട്ടെന്ന് എവിടെ പോയല്ലോ എന്താന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. 1919 വീണ്ടും NDA 300 അവരുടെ 300 അവർ ഉയർത്തുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 മണ്ഡലങ്ങളിൽ നേരിയ ലീഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മാറി മറിയുന്നത്. ഉത്കണ്ഠകൾ മാത്രം സമ്മാനിക്കുന്നു അല്ലെ? സർപ്രൈസുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലസൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സർപ്രൈസുകൾ വാരി എറിയുകയാണ്. നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല യൂട്യൂബിൽ പറയുന്നുണ്ടോ വിജയൻ പൈന്റ് അടിച്ചോ എന്ന് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കൂടി പറയണം. തീർച്ചയായിട്ടും മദ്യപാനം ചാമക്കാലെ ആരോഗ്യത്തിന് ഹാനികരം. ചാമക്കാല കുടിച്ചാൽ അല്ലേ? ഓക്കെ അല്ലേ? കാര്യം ചാമക്കാല സ്നേഹം കൊണ്ട് അയച്ചതായിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുക്കാത്തുണ്ട് അല്ലേ? ഞാൻ എന്താന്നറിയോ ചാമക്കാലെ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ നോക്കി വിജയകുമാർ 422 എന്നുള്ള പറയുന്നതിന്റെ ലൈനിൽ വിജയകുമാർ നിന്നപ്പോ ആടി നിൽക്കുന്നു. മാത്രമല്ല ചിലപ്പോ ചില ആന നിന്ന് ആടത്തില്ലേ, അതുപോലെ നിന്ന് ആടുന്നു. ജ്യോതികുമാർ ചാമക്കാല, താങ്ക്സ് ഫോർ യുവർ മെസ്സേജ്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ലിക്വർ ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മൾ വെള്ളത്തിലാവണ്ടല്ലേ? കുടിയന്മാർക്ക് മാനക്കേട് ഉണ്ടാക്കണ്ട അല്ലേ? ഓക്കെ, കള്ളുടിയന്മാരോടും നമുക്ക് ആദരവുണ്ട്. കാര്യം അവരും നമ്മുടെ പ്രേക്ഷകർ. സർക്കാർ ഖജനാവിലേക്ക് എത്ര രൂപ കൊടുക്കുന്നത്? മാത്രമല്ല കള്ളുടിയന്മാര് വേണമെങ്കിൽ മന്ത്രിസഭ ആടെ പോകും അല്ലേ? ഓക്കെ, ആലപ്പുഴയിലെ KC വേണുഗോപാലിന്റെ ലീഡ് 50,000 കടന്നു. 50,000 വോട്ടിന്റെ ലീഡുണ്ട്. AICC ജനറൽ സെക്രട്ടറിക്ക് മറ്റേ ഡൽഹിയിൽ അഭിമാനത്തോടെ നിൽക്കാം. കാരണം അവിടെ കോൺഗ്രസിന് പ്രകടനം മെച്ചപ്പെടുന്നു. ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലേക്ക് ആരിഫിന് അവിടെ CPM ചർച്ചകൾക്ക് ഇടവെക്കുന്ന വലിയ പരാജയമാണ്. ആദ്യ റൗണ്ടിൽ ഒരിടത്തുമില്ല. ജില്ലാ കൗൺസിൽ ഉൾപ്പെടെ 6 തവണ മത്സരിച്ച ആരിഫിന്റെ ആദ്യ പരാജയമാണ്. എന്ന് പറഞ്ഞാൽ ആരിഫിനെ പാർട്ടിക്കാർ തന്നെ കാലുവാരിയോ എന്ന് സംശയം തോന്നിയിട്ട് പലതരത്തിൽ നിന്നും അവിടെ വോട്ടുകൾ ചോരുന്നു. അത് BJP-യിലേക്കാണോ കോൺഗ്രസിലേക്കാണോ എന്ന് ആരും അറിയില്ല. എന്തായാലും വോട്ടുകൾ ചോർന്ന കാര്യം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആലപ്പുഴയിലെ ആരിഫിന്റെ തോൽവി കനത്ത പരാജയം. ആരിഫിന്റെ ആദ്യ പരാജയം ഇനി വരും ദിവസങ്ങളിലെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന ഒന്നല്ല. അത് മാത്രമല്ല പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടാലി UDF 17, LDF 1, NDA 2 എന്ന ടാലിയാണെങ്കിൽ അത് കാലാകാലങ്ങളിലേക്കുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വലിയ ചർച്ചയിലേക്ക് പോകും. എന്തായാലും പോകും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇതാണ് ചാലികൾ. അല്ലെങ്കിൽ ഇപ്പൊ ഇനി ഇതല്ല, തിരുവനന്തപുരം കൂടി ഇനി LDF UDF അങ്ങ് പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരു NDA ഒരു അക്കൗണ്ട് തുറക്കുന്നു എന്ന് പറയുന്നത് LDF-ന്റെ ചെലവിലാണോ എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടിലാണോ എന്നൊക്കെ ഉള്ളതിനെ അറിയാനിരിക്കുന്നു. അതോ കോൺഗ്രസ് CPM 2 കോട്ടകളിലേക്ക് ഇടിച്ചു കയറിയോ സുരേഷ് ഗോപി എന്നൊക്കെ അറിയാനിരിക്കുന്നു. കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരത്തെ ലീഡ് 11,950 തുടരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ തീരെ കുറയുന്ന വളരെ വൈകി വരുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. എന്തായാലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. NDA ദേശീയ തലത്തിൽ 294 അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്ക് 300-ലേക്ക് വരും, ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങും, പിന്നെ 250
55-ലേക്ക് ഇതിലെ പോകും. ഒരു രസം, ഒരു കൗതുകം പറയട്ടെ എസ്കേൻ. ഞാനൊരു കൗതുകം ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഉറപ്പാണല്ലോ? ആഷ്മി സംശയമുണ്ടോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഞാൻ മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തകൻ കൂടിയാട്ടോ. അത് മിക്കവാറും അങ്ങനെ തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാർ അതിലേക്ക് എന്ത് കഷ്ടം നടക്കണേ. വിജയകുമാർ, ഞാൻ പറയാൻ വന്നത് ഈ തലസ്ഥാന നഗരിലും മറ്റു പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഈ അത്യാവശ്യം ലേശം ഒരു രസാനുഭൂതിക്ക് വേണ്ടി മദ്യം കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരിതൊന്നും വലിയ TV സ്ക്രീനൊക്കെ ഫിറ്റ് ചെയ്ത് ഈ ലേശം കഴിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കാര്യം അവർക്കെന്ന് വെച്ചറിയോ, ഒരു ഇത് വാങ്ങിച്ച മദ്യം കഴിയുന്നതിന് മുമ്പ് ഈ ഫലമെല്ലാം കിട്ടുമെന്നും പറഞ്ഞ ഭാവങ്ങൾ ഈ അവിടെ കുത്തിയിരുന്നത്. മതിയാവൂലല്ലോ, 1 മണി കഴിഞ്ഞു, ഒന്നും ആയിട്ടില്ല. ഇനി നിങ്ങൾ കുടിച്ച് പീസായി അവിടെ കിടക്കരുത്. എഴുന്നേറ്റ് പോകാൻ സമയമായി. അടിച്ചു പാമ്പാവരുത്. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. അല്ല, മദ്യം ആരോഗ്യത്തിന് ഹാനികരം. ഇത് വലുതായിട്ട് ആൾക്കാർക്ക് അറിയാതെ പല സ്ഥലത്തും ഒരു ഉത്സവ ആഘോഷം പോലെ വലിയ സ്ക്രീനൊക്കെ പ്രൊവൈഡ് ചെയ്ത് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി. നമ്മുടെ 1-2 സുഹൃത്തുക്കളൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങനെ നമ്മുടെ 2 സുഹൃത്തുക്കൾ പോയിട്ട് അവരിപ്പോ ഇത് കണ്ടു TV നോക്കിയിരിക്കുമ്പോഴേ അവളിങ്ങനെ കുനിഞ്ഞിരിക്കുകയായിരിക്കും. തല വെക്കൂ, നിങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. കർണാടകം അല്ലേ? അപ്പൊ ഒരിക്കലും മദ്യം കഴിക്കരുത്. കരള് ചീത്തയാകും, ജീവിതം പാഴായി പോകും. LDF-ഉം UDF-ഉം BJP-യും കരള് കൊടുക്കുന്ന പരിപാടി ഇല്ല. അതല്ല, കരളൊക്കെ പോയാൽ ഇപ്പം അവയവമാറ്റമൊക്കെ വലിയ പാടാ. എന്റെ കരള എന്ന് വിളിക്കുന്നതാണോ അല്ലേ? വിജയകുമാർ പണ്ട് വിളിച്ചൊന്നും ഇപ്പൊ വിളിക്കരുത്. ഒരു തമാശ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ തൃശൂർ ചാവക്കാട് തെരഞ്ഞെടുപ്പ് പന്തയം വെച്ചിരുന്ന ഒരാള് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിലാണ്. സുരേഷ് ഗോപി പരാജയപ്പെട്ടാൽ തന്റെ സ്വിഫ്റ്റ് ഡിസയർ കാർ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നു. ചാവക്കാട് സ്വദേശി സുനി. അപ്പൊ കെ മുരളീധരൻ തൃശ്ശൂരിൽ തോറ്റാൽ തന്റെ വാഗണർ കാർ സുനിക്ക് നൽകുമെന്ന് ബൈജു. അപ്പൊ എന്റെ സംശയത്തിൽ ഇതൊന്നും ഉപേക്ഷിക്കാൻ തീരുമാനിച്ച കാറാണെന്നാ തോന്നുന്നു. കണ്ടം ചെയ്യാൻ വെച്ചതായിരിക്കും. പക്ഷേ പറയുന്ന കേട്ടപ്പോഴേ കാർ കണ്ടുപിടിച്ച ആളുടെ കൂട്ടാ പറഞ്ഞത്. ലോകത്ത് കാർ കണ്ടുപിടിച്ച മനുഷ്യൻ. തോറ്റത് കാരണം ചേട്ടന് കേബിൾ വാഗണർ മേടിച്ചു കൊടുക്കണം. പാമ്പ് പിടിച്ചോനാ. കൊടുക്കാൻ മാവേലിക്കരയിൽ UDF പച്ച പിടിക്കുന്നുണ്ട്. 11,442 കൊടിക്കുന്നിൽ സുരേഷ് എത്തിയിട്ടുണ്ട്. 10,000 കടന്നു. 11,000 പക്ഷെ അവിടെ നല്ല ഫൈറ്റ് ആയിരുന്നു. ചിരിക്കാനുള്ള കാര്യമുണ്ട്. കണ്ണട വെക്കണമെന്ന് പറഞ്ഞതാ. ഡോണ്ട് വാണ്ട്. ഓക്കെ, 70,008 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ലീഡില് ഇപ്പോ നമ്മുടെ കണ്ണൂർ K സുധാകരൻ അല്ലെ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കിലെ 11,000-ലധികം ലീഡ്. പറയൂ. ഷാഫി 78,746 വോട്ടുകളിലേക്ക് വടകരയെത്താണ്. വലിയ ഭൂരിപക്ഷം എത്തുന്നു. മാത്രമല്ല പിന്നെ സുരേഷ് ഗോപി 72,699 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലീഡുകളാണ്. BJP നേതൃത്വം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും LDF-ന് മാത്രമാവില്ല, UDF-ന് മാത്രമാവില്ല, എല്ലാ മേഖലകളിലും സമഗ്രമായി വോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി. അപ്പൊ അതുകൊണ്ടാണ് ആ വലിയ വിജയം. എന്തായാലും വിജയം ഉറപ്പിച്ച സുരേഷ് ഗോപിക്ക് ആശംസകൾ. അല്ലെ ആശംസ പറയാൻ വരട്ടെ. നിങ്ങൾ മെച്ചൂർഡ് അല്ലെന്ന് ആൾക്കാർക്ക് തോന്നും. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വരുമല്ലോ, നമുക്ക് വിളയാടാം. അപ്പൊ സുരേഷ് ഗോപിയെ നമ്മൾ അങ്ങ് എടുത്തുയർത്തും അല്ലേ? ഉറപ്പായും. അടൂർ പ്രകാശിന്റെ ലീഡ് 1,402 കുറഞ്ഞു. 1,571 കുറഞ്ഞു. അതിനൊരു കോമ്പൻസേഷൻ പറയട്ടോ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 2.5 ലക്ഷം കടന്നു. ആ 2.5 ഇങ്ങോട്ട് കിട്ടൂലല്ലോ. വയനാട് റായ്ബറേലിയിലേക്കോ എന്ന് ചോദ്യം വന്നു. റായ്ബറേലി ചിലപ്പോൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഒരാളെ നിർത്തി ജയിപ്പിക്കാലോ. അല്ലേ? ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കട്ടെ, അങ്ങനെ ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കട്ടെ. അതിന് നമ്മൾ ഇടപെടാൻ പോകണ്ട അല്ലേ? അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. അത് റായ്ബറേലി വേണം, റായ്ബറേലി. ആനി രാജയും K സുരേന്ദ്രനും മറുപടി പറഞ്ഞു. അപ്പോഴെങ്കിലും ആനി രാജയ്ക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവർ നോക്കുന്നു. ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, രാഹുൽ വയനാട് വിടുന്നില്ല. റായ്ബറേലിയിൽ വിട്ടിട്ട് അവിടെ പ്രിയങ്ക മത്സരിപ്പിക്കുന്ന ഒരു പ്ലാൻ നേരത്തെ കേട്ടിരുന്നു. എന്താണെന്ന് അറിയില്ല. പ്രിയങ്ക അവിടെ മത്സരിക്കുമെന്ന്
ഒരു കോൺഗ്രസിന്റെ ആലോചന ഓക്കെ കേട്ടതാണ് സുഹൃത്തുക്കൾ കേട്ടതാണ്. ഒരുപാട് രഹസ്യങ്ങളുടെ ഭയങ്കര തന്നെ കലവറ ഹാഷ്മി. ഹാഷ്മി എന്തൊരു സംഭവം കേട്ടോ. അല്ല, ഭയങ്കരമായ ഒരു ചെറിയ മീനല്ല കേട്ടോ, ആ, ഭയങ്കര ചെറിയ മീനല്ല. കോൺഗ്രസിലെ അതെ, അത്തരം അതെ, ചർച്ചകളുടെ വിവരങ്ങൾ മുഴുവൻ ഹാഷ്മി പുറത്തുവിടുക. ഈ ഹാഷ്മി ശരിയല്ല കേട്ടോ. മാത്രല്ല എൻകൗണ്ടറിൽ നിന്ന് കഥാപ്രസംഗം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര രഹസ്യം ഇത്ര പേരും ഉണ്ടെന്ന്, ഇത്ര പേരും അല്ലേ? ഉണ്ടെന്ന്. കാര്യം എല്ലാം കഥാപ്രസംഗത്തിൽ തീർക്കുന്ന ആളാ അല്ലേ? ഞാൻ ചെറിയൊരു ബമ്പർ സ്രാവാ, ഞാൻ ചെറിയൊരു സ്രാവാസ്കൻ. പക്ഷെ ആ കഥാപ്രസംഗം ഹിറ്റായി തുടങ്ങി. മറ്റുള്ള ചാനലുകാരൊക്കെ പറയുന്നു ചെറിയ സ്രാവ്. കാതികനല്ല ഞാൻ. ചെറിയ സ്രാവിന് ചെറിയ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് അവരെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. നമ്മൾ വിജയിച്ചു. മാത്രമല്ല അവർക്ക് കഥ പറയാൻ അറിയില്ല. നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കഥ പറയണം അല്ലേ? ഓക്കെ, അപ്പൊ കമ്മിങ് ടു നമുക്ക് മീഡിയ അക്കാദമിയിൽ കഥ പറയുന്നതിന്റെ ഒരു കോഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ ഫ്ലവേഴ്സിന്റെ അക്കാദമിയിൽ നമ്മുടെ മീഡിയ മാത്രമല്ല ആഷ്മി പഠിപ്പിക്കണം, പിള്ളേർ ഈത്തേക്ക് പോകും. ഓക്കെ, റെഡി? ഓക്കെ. ബിജെപിയുടെ കങ്കണ റണൌട്ട് ഹിമാചലിലെ മാണ്ടിയിൽ 70,000-ലധികം വോട്ട്. നമ്മുടെ നടിയല്ലേ അതെ അതെ കങ്കണ? അതെ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.